ലിക്വിഡിറ്റി ഉണ്ടാവും. പിന്നെ ഇതാണ് കംപ്ലയൻസും ട്രാൻസ്പെറൻസിയും അതിലുണ്ടാവും. പക്ഷെ അത് റീച്ചബിൾ ആയിരിക്കില്ല. അപ്പൊ ചെറിയ പ്രൊജക്ടുകൾക്കൊന്നും അത് റീച്ചബിളും വയബിൾ ആയിരിക്കില്ല. ഇപ്പൊ നേരത്തെ നിങ്ങൾ റീറ്റിനെ പറ്റി പറഞ്ഞു. അതെ, റീറ്റ് എന്ന് പറയുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് അതൊരു പബ്ലിക് ഓഫറിംഗ് ആണ് അല്ലെ? ഒരു സംതിങ് ലൈക്ക് an IPO പോകുന്ന പോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ്. പക്ഷെ അതിന് കുറെ കൂടെ ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ആളുകൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. റീറ്റും ഫ്രാക്ഷനും അതിന്റെ ഒരു കറക്റ്റ് ഡിഫറൻസ് എന്തായിരിക്കും? ബേസിക്കലി റീറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റെഗുലേറ്റഡ് എന്ന് പറയാം. നമ്മള് സെബിന്റെ അണ്ടറിൽ റീറ്റ്സിൽ ഇപ്പോൾ റീസെന്റ് ഉണ്ടായ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ റീറ്റ്സിന്റെ ഒരു സ്മോളർ ഫോർമാറ്റും കൂടെ സെബി വെരി റീസെന്റ് ഒരു 2 months ബാക്ക് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രായോഗികമായ ഡിഫിക്കൽട്ടി ഒരുപാടുണ്ടാവും സ്വാഭാവികമായും. വെൻ ഇറ്റ് കംസ് ടു ഹൈലി റെഗുലേറ്റഡ് ഒരു ലാർജർ ക്രൗഡിന് കുഴപ്പമുണ്ടാവില്ല. ബട്ട് ലെറ്റ്സ് സേ ഇഫ് ഐ എം ഫിക്സിംഗ് ബൈ 50 അല്ലെങ്കിൽ 100 നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, നമുക്കൊരിക്കലും എന്താക്കാൻ പറ്റില്ല, ഹൈലി കംപ്ലയൻസ് ഉള്ളൊരു സ്ട്രക്ചർ വയബിൾ ആവില്ല. റീറ്റ്സ് കുറച്ചും കൂടെ ഹൈലി റെഗുലേറ്റഡ് ബിഗ് ടിക്കറ്റ് സൈസ് ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫ്ലോട്ട് ചെയ്തൊരു സാധനമാണ്. അത് നമ്മളിപ്പോൾ എൻ്റെ ഒരു ബൈ സ്റ്റാറ്റിസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2016 എൻ്റെ ഓർമ്മശാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ നമ്പർ ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ് 5 numbers ആണ് റീറ്റ്സ് ആക്ച്വലി ഈ ഹോൾ ഇയേഴ്സിൽ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. മെട്രോ ഐടി പാർക്കുകളൊക്കെ ഇവർ തന്നെയാണ് ഓൺ ചെയ്യുന്നത്. അതിലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ലിസ്റ്റഡ് കമ്പനിയിൽ ഷെയർ ഈസിലി ലിക്വിഡിറ്റി ഉണ്ടാവും. റെഗുലേറ്റഡ് ഇതാണ് കംപ്ലയൻസും ട്രാൻസ്പെറൻസിയും അതിലുണ്ടാവും. പക്ഷെ അത് റീച്ചബിൾ ആയിരിക്കില്ല. അപ്പൊ ചെറിയ പ്രൊജക്ടുകൾക്കൊന്നും അത് റീച്ചബിളും വയബിൾ ആയിരിക്കില്ല. 25 അല്ലെങ്കിൽ 30 CR പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റീറ്റ്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ലീഗലിയും പോസിബിൾ അല്ല. ഇപ്പം റീസെന്റ് വന്ന റീച്ച് ഡെവലപ്മെന്റ് പ്രകാരം തിയററ്റിക്കലി പോസിബിൾ ആണ്. ബട്ട് സ്റ്റിൽ പ്രാക്ടിക്കലി അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളത് ജസ്റ്റ് ഒരു 1 month ആയിട്ടാണ്. മിനിമം സൈസ് പോർട്ട്ഫോളിയോ ഇഫ് ഐ എം നോട്ട് റോങ് ഒരു 500 CR ബട്ട് ഇപ്പം വന്ന മീഡിയം റീറ്റ്സിന് ഇറ്റ്സ് സ്റ്റാർട്ട് ഫ്രം 25 CR വരെ. ഓക്കെ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലൊരുപാട് അതിൻ്റെതായ കംപ്ലയൻസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ. റൈറ്റ്. അത് നാഷണൽ പറയാം ഇവോൾവ് ചെയ്ത് വരണം. ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരണം. അപ്പോൾ കോഴിക്കോട് പോലെയുള്ള ഒരു നഗരത്തിൽ ഒരു ചെറിയൊരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആൾക്ക് കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള പ്രൊജക്ടുകൾ ഉണ്ടാവും. ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളൊന്നും റീറ്റിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക ഒരു അഡാപ്റ്റബിലിറ്റി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു കംപ്ലയൻസും പ്രൊസീജിയറൽ ഡിലേ ഒക്കെ. അപ്പം അവിടെയാണ് നമ്മൾ ഇതേപോലെയുള്ള ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് ലീഗൽ സ്ട്രക്ചറിങ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത്.